പിഴച്ചുപോയ നാലാമത്തെ സിസ്റ്റം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്ക് ശേഷം ആ വാർത്ത പുറം ലോകവും പോലീസും അറിയുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിയിലാകുന്നു, നാട്ടുകാർ കണ്ടെത്തുന്നു. നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അവലോകന യോഗം ചേരുന്നു. 2 പേരടങ്ങുന്ന സമിതിക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകുന്നു. സമഗ്രമായ അന്വേഷണം നിർദ്ദേശിക്കപ്പെടുന്നു. പ്രത്യേക സമിതി അതിനുവേണ്ടി ഉണ്ടാകുന്നു. പോരാഞ്ഞൊരു പുതിയ ജയിൽ തന്നെ പണിയാനുള്ള തീരുമാനമുണ്ടാകുന്നു. വമ്പൻ CCTV സംവിധാനങ്ങൾ, ഇലക്ട്രിക് ഫെൻസിംഗ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നവീകരണം എന്നുള്ളതാണ് പുതിയ തീരുമാനം. ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇന്ന് പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയാവുന്ന പുതിയ നിലപാടുകൾ, പുതിയ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിൽ കൃത്യമായി പുതിയ CCTV സംവിധാനം ഒരുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടപ്പിലാക്കുന്നതിന് വേണ്ടി സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. പക്ഷെ മാഷേ, ഈ CCTV നിരീക്ഷിക്കാൻ ആരെ കൊണ്ടുവരും നമ്മൾ? ഇതില് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ജയിൽ മേധാവി ഇന്നലെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലും അതീവ ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായ നിലക്ക് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള സംഭവമാണ്. അത് ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിൽ നിലവിലുള്ള പോലീസ് അന്വേഷണം, ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി, അതിന് പുറമെ ഒരു ഉന്നതതല അന്വേഷണം കൂടി ഗവൺമെൻറ് തീരുമാനിക്കുകയും ഇവിടെ ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെയുള്ള കുറേ ഗൗരവമായ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജയിൽ മേഖലയെ കുറേ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിലെ തടവുകാരുടെ ഈ തെറ്റായ നിലക്കുള്ള നിലപാടുകൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ ജയിലിൽ കുറേ കൂടി ജോലിഭാരം കുറക്കുന്നതിനും അതുപോലെ തടവുകാരുടെ അവരുടെ സൗകര്യങ്ങൾ കുറേ കൂടി, കാരണം ജയിലെന്ന് പറയുന്നത് പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല, ആധുനിക കറക്ഷണൽ സെൻറ്റേഴ്സ് എന്നുള്ള നിലക്കാണ് കാണുന്നത്. അല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDFന്റെ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2014 ജയിൽ വകുപ്പിൽ ആകെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എന്ന ഒരു നിലപാടല്ല എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താണ് എന്നതൊരു പ്രശ്നമുണ്ട്. വളരെ യാഥാർത്ഥ്യബോധത്തോടെ കണ്ണു തുറന്നു മനുഷ്യൻ കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്നു. അതിമാനുഷ്യനായ ഒരു കഥാപാത്രത്തിന്റെ സകല പരിവേഷങ്ങളോടും കൂടി കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇത് മാധു പറയുന്നത് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ 2011 2013 അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ജയിലിൽ നിന്ന് 5 പേര് ചാടിപ്പോയ കാര്യം സംബന്ധിച്ച് നമ്മളാരും മറന്നുപോയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളതാണ്. നേരത്തെ റിപ്പർ ജയാനന്ദൻ 7 കൊലക്കേസിൽ 7 കൊലക്കേസ് പറഞ്ഞാൽ ഒരു കൊലക്കേസ് ഡബിൾ കൊലയാണ്. അതുപോലെ 50 മോഷണ കേസുകളിൽ എല്ലാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജയിൽ ചാട്ടമാണ് ഈ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലക്ക് വന്നിട്ടുള്ള ജയിൽ ചാട്ടം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ, അദ്ദേഹം ജയിൽ ചാടിയതാണ്.
ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ജയിൽ competition item ചാടിയിട്ടുണ്ട്. അല്ലല്ലോ. അറിയപ്പെടുന്ന ക്രിമിനലാണ്. അല്ല, അതൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കണമെന്നില്ലല്ലോ. ഇതിന്റെ പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? അവിടെ പക്ഷെ എവിടെ നിന്നോ ഒരു സിസ്റ്റം വന്ന് അതിന്റെ നടുക്ക് നിൽക്കുകയാണ് സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ. ശരിയല്ല അത്. ഇതിപ്പോൾ 2011-ലും 2013-ലും നടന്നിരിക്കുന്ന 5 ജയിൽ ചാട്ടങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ പേരും അവരുടെ കേസ് സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇവിടെ LDFന്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലുള്ള ജയിൽ സംവിധാനത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ. ഇപ്പോൾ LDFന്റെ ഗവൺമെൻറ് വരുന്ന കാലത്ത് കേരളത്തിലെ ആകെ ജയിൽ സ്ട്രെങ്ത് 1647 ഇന്ന് അവരുടെ എണ്ണം 2168. അവരുടെ ജയിൽ ഭാരം അവരുടെ തൊഴിൽ ഭാരം പരിഗണിച്ചുകൊണ്ട് ആളുകളുടെ ഒരുപാട് പോസ്റ്റുകൾ അനുവദിച്ചു. ഇന്നിപ്പോൾ അത്യപൂർവമായ നിലക്ക് മാത്രമേ ഇവിടെ വേക്കൻസികൾ നിലവിലുള്ളൂ. എന്നു മാത്രമല്ല, നിങ്ങൾക്ക് ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ ഈ കേരളത്തിൽ ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക് പരിശോധന ഏറ്റവും മികച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെയുള്ള നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വീഴ്ച മാത്രം സർക്കാരിനില്ല. അല്ല, അങ്ങനെയല്ല. ആ നേട്ടങ്ങളെല്ലാം ഉള്ള സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സമീപകാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം യാദൃച്ഛികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഒറ്റപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എത്ര കർശനമായ നിലപാട് പറഞ്ഞാലും ഉണ്ടാവാതിരിക്കില്ല. എന്നാൽ നടക്കുന്ന കാര്യം എന്താ? നടക്കുന്ന കാര്യം അത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് അവിടെ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചു, നിർഭാഗ്യരാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് നടന്ന കാര്യം എന്താ? ഈ കേരളത്തിലെ ഗവൺമെൻറ് മരണവ്യാപാരികളാണോ എന്ന ചർച്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗമാകത്തിൻ്റെ വെന്റിലേറ്റർ എന്ന ചർച്ചയാണ്. ഇലക്ട്രിസിറ്റിയുടെ കമ്പി പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. എന്താ ചർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എന്തോ കൊള്ളരായ്മ കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ്. എന്നാൽ അതേ അവസരം ആംബുലൻസ് തടഞ്ഞിട്ട് ഒരു മരണവ്യാപാരിയാണോ എന്നൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. മരണവ്യാപാരി എന്ന വാക്ക് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരമൊരു ചർച്ച എന്തായാലും ഇവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം ആ തലക്കെട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഉണ്ട് എങ്കിൽ ആ കൃത്യമായതെടുത്ത് പറയുകയും ചെയ്യാം. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2-3 ദിവസം ആ സംഭവം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. മരണവ്യാപാരികളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണോ എന്ന തലക്കെട്ടിലും ഈ സ്ഥാപനത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ആരോഗ്യകരമായ ചർച്ച എന്നുള്ളതാണ് ഇവിടുത്തെ നയം. എനിക്ക് അതിനെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പിന്നെ അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ് കുറേ കാലമായി ചെയ്യുന്ന ഒരു കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന് മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊന്തൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. മാഷിപ്പോൾ പറഞ്ഞ് കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയില്ല. ഇത് നിങ്ങൾ ഒരു കാര്യത്തെ ഇപ്പോൾ മാധു ഒരു നല്ല മാധ്യമപ്രവർത്തകയാണ് എന്ന് എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുണ്ടായിട്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ജനറൽ പെർഫോമൻസ് എന്താണ് എന്ന് നോക്കിയാണ് മാധു മോശമല്ലാത്തൊരു മാധ്യമപ്രവർത്തകയാണ് എന്ന് കേരളം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ കാര്യത്തെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുക. നിർഭാഗ്യവശാൽ നടക്കുന്നത് ഇവിടെ വിലയിരുത്തൽ ഒരു പ്രത്യേക കാര്യത്തെ വെച്ചുകൊണ്ട് സംഭവത്തെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പണിയല്ല. നിങ്ങളിപ്പോൾ 99% ശരിയുണ്ടാകുമ്പോൾ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. മരത്തെയും കാടിനെയും ഒരുപോലെ താരതമ്യം ചെയ്യാനും പാടില്ല. ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക എന്ന് പറയുന്നത് ജനങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ അവരുടെ നികുതി പണം വെച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല. സാലറി മേടിക്കുന്നതും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന വലിയ അധികാരമാണ്. പക്ഷേ ഇത് 5 വർഷക്കാലത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതാ 9 വർഷക്കാലം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം അത്രത്തോളം ഉണ്ട്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ പ്രവർത്തനത്തെയോ ഒരാളുടെ മേന്മയോ ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണത്തെയോ ഒന്നും നമുക്കൊരു സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയില്ല. മരം വെച്ച് കാടിനെ അളക്കരുത് എന്ന് മാഷ് പറഞ്ഞതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യണമല്ലോ.
ഇപ്പോൾ ആരോഗ്യരംഗത്ത് 5 കൊല്ലക്കാലം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണല്ലോ ഈ ഗവൺമെൻറ് തൊട്ടു മുമ്പിലുള്ള ഗവൺമെൻറ്. ഓരോ സന്ദർഭത്തിലും ആ കാലത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററായ സമയമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലം. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പഠിക്കാൻ പോകാതിരുന്ന കാലം, ആശുപത്രികളിൽ നാട്ടുകാർക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കാലം, നമ്മുടെ റേഷൻ ഷോപ്പുകളാകെ തന്നെ മാറാല കെട്ടിക്കിടന്നിരുന്ന കാലം. നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും അതിനോടല്ല. ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പിലുണ്ടായ ഗവൺമെന്റുമായിട്ടാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും മറ്റുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരുകളെ താരതമ്യം ചെയ്യുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ക്ഷണിച്ചു വരുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും അങ്ങ് സർക്കാരുകളുടെ താരതമ്യത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ മറ്റതിഥികളിലേക്ക് പോകാം എന്നുകൂടി അങ്ങയുടെ അനുമതിയോടുകൂടി വിചാരിക്കുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, സർക്കാരുകളെ താരതമ്യം ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുപ്പുകളുടെ കാലത്ത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയാനുണ്ടാകും. പക്ഷേ ഇതിൽ മനസ്സിലാകാത്ത ഒന്ന്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒറ്റ വരി അവതാരിക എന്ന് പറയുന്നത് പിഴച്ചുപോയ 4ാമത്തെ സിസ്റ്റം എന്നുള്ളതാണ്. അത് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം KSEBയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ശേഷം ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നം, സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ സർക്കാരുമായി ബന്ധിപ്പിക്കാതെ വളരെ അപരവൽക്കരിക്കപ്പെട്ട ഒരൊറ്റ വാക്കുകൊണ്ട് മാത്രം നമ്മൾ തന്നെ എത്ര ചർച്ചകളിലിരിക്കുന്നു. അത് ആ രീതിയിൽ അതിന്റെ വീഴ്ച ഏൽക്കാതെ പോകുന്നത് എങ്ങനെയാണ് ഭരണകൂടം? മാധു, ഇതിലുള്ളൊരു പ്രശ്നമേ, ഞാൻ മാധുവിൻ്റെ നിരീക്ഷണത്തെ അതിന് അങ്ങനെ കണ്ടാൽ പോരാ. 4ാമത്തെ സിസ്റ്റം ഒന്നുമല്ല. തൃശ്ശൂർ നഗരത്തിൽ കഴിഞ്ഞ ആഴ്ച കുഴി വെട്ടിച്ചപ്പോൾ ഒരു 24 വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥൻ ബസ്സിനടിയിൽ പോയി മരിച്ചു. കേരളത്തിലെ PWD വകുപ്പും ഇതുപോലെ തകർച്ചയിലായ ഒരു സിസ്റ്റമാണ്. അപ്പോൾ പിഴച്ചുപോയ സിസ്റ്റം എണ്ണിയാൽ ഒരുപാട് സിസ്റ്റമുണ്ട്. രൂക്ഷമായ വിലക്കയറ്റമുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പറയാൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് പോലും ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ രൂക്ഷമായ വിലക്കയറ്റം, ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള ഡച്ച് മാതൃകയൊക്കെ നടപ്പാക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ കൊച്ചി നഗരത്തിൽ പോലും ചെറിയൊരു മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ട്. കേരളത്തിലെ എമ്പാടും ഇതാണ് സാഹചര്യം. അങ്ങനെ വിശദമായ ഒരുപാട് കാര്യമുണ്ട്. ഞാൻ പ്രകാശ മാസ്റ്റർ വെല്ലുവിളിക്കുക, നമുക്ക് ഏത് ചർച്ചയിലും എത്ര വേണമെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെയും 9 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ നമുക്ക് താരതമ്യം ചെയ്യാം. ഏത് മേഖലയെക്കുറിച്ചും താരതമ്യം ചെയ്യാം. താങ്കൾ വെല്ലുവിളിച്ചത് ആരോഗ്യരംഗത്തെ കുറിച്ചിട്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യത്തിൽ കാരുണ്യ ചികിത്സാ പദ്ധതി, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, സർക്കാരുകളുടെ താരതമ്യം എന്ന് പറയുന്നത് ചർച്ചയുടെ വളരെ ക്രിയാത്മകമായ ചർച്ചയുടെ സമയം കളയാനുള്ള ഉപാധിയാണ്. അതല്ല, വിഷയമാണ് പ്രശ്നം. വിഷയം അഡ്രസ് ചെയ്യപ്പെടരുത് എന്ന് വിചാരിക്കുന്നിടത്താണ് സർക്കാരുകളുടെ താരതമ്യം എന്ന ആശയം വരുന്നത്. തീർച്ചയായിട്ടും അത് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പരത്തി പറയുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. അപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചും താരതമ്യം ചെയ്ത് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ താങ്കൾ പറഞ്ഞ ഒരു വാചകത്തിലേക്ക് വരാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന്, തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല. താങ്കൾ പറയുന്നത് കറക്ഷണൽ ഹോമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള, ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള, കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാരല്ലേ? എന്ത് നല്ല നടപ്പാണ് അവർ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്, ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്? എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത്? അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്നും പറയണ്ട. പരമാവധി പരോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരിലാണ്? ഇവിടെ ഞാൻ ഒരു കാര്യം പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത്, കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന കണ്ണൂർ ജയിൽ, കൊലക്കേസ് കേസിലെ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം, അവിടുന്ന് ഒരു കൈയില്ലാത്ത ഗോവിന്ദച്ചാമി ചാടിപ്പോയി. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിന്റെ പേരിലല്ല എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത്. അന്ന് 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം.
അപ്പം നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകിതരാകേണ്ടത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു? കേരളത്തിലെ സ്ത്രീകളെ പെരുമഴയത്തും പൊരുവയിലെത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ ഖജനാവിൽ നടക്കം ചെലവഴിച്ചുകൊണ്ട് വനിതാ മതിലൊരുക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് പോലീസ് യൂണിഫോം ഇട്ട് നടത്തിച്ച സർക്കാരാ പിണറായി വിജയന്റെ സർക്കാർ. ആ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കപ്പെട്ടത്? ഒറ്റ ദിവസത്തെ പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. മാസങ്ങളായിട്ട് അയാൾ തയ്യാറെടുപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ തയ്യാറെടുപ്പുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഉദ്യോഗസ്ഥർ ആരൊക്കെ? അത്തരത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും നടപടിക്ക് വിധേയമാക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം കേരളത്തിലെ ജയിൽ വകുപ്പ് എന്നുള്ള സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന്റെ പേരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആലുവയിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകൾ 6 വയസ്സായ ഒരു മകളെ പീഡിപ്പിച്ചു കൊന്ന മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയെ 100 ദിവസത്തിനകം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ വിധിച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ആ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അനധികൃതമായിട്ട് പരോൾ കാലത്ത് ചെന്താമന 2 മനുഷ്യരെ കൊന്നുകളയുന്നത്. വണ്ടിപ്പെരിയാറിലെ അർജുൻ എന്ന് പറഞ്ഞ നരാധമൻ 6 വയസ്സുകാരിയെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ വിജയങ്ങളൊക്കെ, ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ നേട്ടങ്ങളൊക്കെ സർക്കാരിന്റെ നേട്ടവും പരാജയങ്ങളൊക്കെ ഏതോ ഒരു സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്യ ഗ്രഹ ജീവിയൊന്നുമല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ്. പ്രതിപക്ഷത്തിന്റെ വിമർശനം ആ കാര്യത്തിൽ. ശ്രീ വി രാജേഷ്, ഇതിപ്പോ ഇതിന്റെ ആകെ തുക എന്ന് പറയുന്ന പ്രശ്നം സാധാരണക്കാരനുണ്ടാകുന്ന ആധിയാണ്. സാധാരണക്കാരന് സർക്കാർ സംവിധാനങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും. സർക്കാർ സംവിധാനങ്ങളെയും സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന സുരക്ഷയെയും ആശ്രയിക്കേണ്ടി വരും. മറ്റ് ഓപ്ഷൻ ഇല്ല. അത് നേരത്തെ ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മരത്തെയും കാടിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് പോലെ മറ്റൊരു ഓപ്ഷനുമില്ല. വെട്ടിക്കളയാൻ കഴിയുന്ന ഒന്നുമല്ല അവിടെയുള്ളത്. കള പോലെ പറിച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ല. വളരെ സ്ഥൈര്യത്തോടെ നമുക്ക് ആശയും ആശ്രയവുമായി നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംവിധാനങ്ങളാണ് ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം എന്ന് എഴുതി തള്ളുന്നത്. എന്തു ചെയ്യാൻ കഴിയും? ഇവിടെ പിണറായി വിജയനിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു, അല്ലെങ്കിൽ വിശ്വാസം അർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ രണ്ടാമത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പക്ഷേ ഇവിടെ ആ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ വന്നിരുന്നിട്ട് ഇത്രയും പരിഹാസ പാത്രമാകുന്ന തരത്തിലേക്ക്, അതായത് ചാൾസ് ശോഭരാജ് ജയിൽ ചാടി, അതുപോലെ തന്നെ റിപ്പർ ജയാനന്ദൻ ചാടി, ആ ചാട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ ചാട്ടം അത്ര വലിയൊരു ചാട്ടമൊന്നുമല്ല എന്ന് വിവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിൽ നിന്നാണ് ഞാൻ ഈ ചർച്ച തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മാധു, ഞാൻ ഈ വിഷയത്തിൽ മാത്രം ഊന്നി സംസാരിക്കാം, കാരണം അത്രത്തോളം ജനങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത പുലർത്തുന്ന നാടാണല്ലോ ശ്രീ പിണറായി വിജയൻ്റെയും പ്രകാശം മാഷിൻ്റെയും ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ല. ഈ കണ്ണൂർ ജയിലിനെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കണ്ണൂർ ജില്ലയിലെ ജയിലിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഒരു അന്വേഷണവും പഠനവും നടത്തി. അവിടെ CPM നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അവരുടെ കേസിലെ, പ്രത്യേകിച്ച് കൊലക്കേസ് പ്രതികളുടെയൊക്കെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു പേര് കണ്ണൂർ സെൻട്രൽ റിസോർട്ട് എന്നാണ്. പ്രകാശ് മാഷ് അല്ലെങ്കിൽ എതിർത്തോളൂ. കണ്ണൂർ സെൻട്രൽ റിസോർട്ട്, അതായത് കണ്ണൂർ സെൻട്രൽ റിസോർട്ടിൽ അവർക്ക് എന്തും ലഭിക്കും. കണ്ണൂർ സെൻട്രൽ റിസോർട്ടിൽ സാധാരണ കേരളത്തിലുള്ള ഈ നാട്ടിലുള്ള ഒരു നിയമവും ബാധകമല്ല. അവിടെ CPMന്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സരളാദേവി, CPMന്റെ നേതാവും തൃക്കരിപ്പൂർ MLA ആയിട്ടുള്ള രാജഗോപാൽ, ആ പാർട്ടിയുടെ തന്നെ സംസ്ഥാന സമിതി അംഗം ശ്രീ P. ജയരാജൻ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു ജയിൽ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു കേസ് അന്വേഷണത്തിന് പോയ തിരുവനന്തപുരത്തുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഇന്ന് മാതൃഭൂമി ചാനലിൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്, അവിടെ അദ്ദേഹം ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ പോയി, ജയിലിനകത്തുള്ള പ്രതിയെ. 3 ദിവസം അദ്ദേഹം അവിടെ കറങ്ങി നടന്ന് അപേക്ഷിച്ചിട്ടാണ് ജയിൽ ഉദ്യോഗസ്ഥനെ DSP ചോദ്യം ചെയ്യാൻ സാധിച്ചത്. അദ്ദേഹം പറയുന്നത് ആ ജയിലിൽ ശിക്ഷയ്ക്ക് വിധിച്ച് കിടക്കുന്ന CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ് ആ ജയിലിലെ സൂപ്രണ്ടന്റ് റോൾ വഹിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ച ഒരു സിസ്റ്റമാണ് കണ്ണൂർ ജയിലിലുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ ജയിൽ ചാടി ആന്റണി ആളൂർ എന്ന അഭിഭാഷകനെ, നല്ല ഫീസ് വാങ്ങുന്ന, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, ആ അഭിഭാഷകനെ അദ്ദേഹത്തിന്റെ കേസിൽ നിയോഗിച്ച ദിവസം ആ വിചാരണ നടക്കുന്ന അല്ലെങ്കിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച കോടതികളിലൊക്കെ തന്നെ വന്ന ഒരു വിഭാഗമുണ്ട്. അന്ന് തന്നെ വലിയൊരു ചോദ്യം ഉയർന്നു, ആളൂരിന് ആരാണ് ഫീസ് കൊടുക്കുന്നത്? ആകാശപ്പറവകൾ എന്ന പേരിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചിലർ അവിടെ വന്നിരുന്നു. അവരാണ് ഗോവിന്ദചാമിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയത്. ഗോവിന്ദചാമി
തമിഴ്നാട്ടിൽ ജനിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് പൻവേൽ ഗ്യാങ്ങിൽപ്പെട്ട് മുംബൈയിലുമായി റെയിൽവേ സ്റ്റേഷനിലൊക്കെ കറങ്ങി നടന്ന് കൊലപാതകം പിടിച്ചുപറി നടത്തുന്ന ഗ്യാങ്ങിൽപ്പെട്ട ആളാണെന്ന് നമുക്കൊക്കെ തന്നെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാഫിയ സംഘത്തിന്റെ ഭാഗമായ ഗോവിന്ദച്ചാമി കേരളത്തിൽ ഒരു കേസിൽപ്പെട്ടപ്പോൾ അവർ തന്നെ കൊള്ളയും കൊലപാതകവും നടത്തുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ തന്നെ വലിയ വലിയ അഭിഭാഷകർക്ക് ആർക്കൊക്കെ പണം കൊടുത്ത് അവരെ ബ്രൈബ് ചെയ്യാൻ സാധിക്കുമോ അവർക്കൊക്കെ പണം കൊടുത്ത് ഗോവിന്ദച്ചാമിയെ പുറത്തിറങ്ങാൻ ഒരു പരിശ്രമം നടത്തി. പക്ഷേ നിയമത്തിന്റെ നൂലാമാലിൽപ്പെട്ട് ഇദ്ദേഹം ഇതിനകത്തായിപ്പോയി. ആ ദിവസം മുതൽ ഡേ 1 മുതൽ ഗോവിന്ദച്ചാമിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈ മാഫിയ സംഘങ്ങൾ പരിശ്രമം നടത്തുകയായിരുന്നു. കാരണം ഇതുപോലുള്ള പല സംഭവങ്ങൾക്കും അവർക്ക് ഗോവിന്ദച്ചാമിയെ ആവശ്യമുണ്ട്. അയാൾ അതിനൊക്കെ തന്നെ മനക്കരുത്തുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലിനെ യാതൊരു തരത്തിലുള്ള സൂക്ഷ്മ നിരീക്ഷണവും കണ്ണൂർ ജയിലിൽ നടത്തിയില്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ്ണ പരാജയം. ഇവിടെ എന്താണ് ഇന്നൊക്കെ പുറത്തു വരുന്ന വാർത്ത? ഈ ഗോവിന്ദച്ചാമി അയാൾ പറയുകയാണ് 3 വർഷം മുമ്പ് മരപ്പണിക്ക് വന്ന ഒരു ആശാരിയുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയ ഹാക്സാ ബ്ലേഡ് ഞാൻ 3 മാസം എൻ്റെ സെല്ലിൽ സൂക്ഷിച്ചിരുന്നു. മാധു, സമരത്തിന്റെ പേര് ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിൽ കിടക്കുമ്പോഴേക്കും നമ്മുടെ റൂമുകളൊക്കെ തന്നെ വന്ന് പരിശോധിക്കും. ഞങ്ങൾ താമസിച്ച പറയാതിരിക്കാൻ നിർവാഹനോട് ഇല്ലാത്തതുകൊണ്ട് പറയാണ്, റൂമിലെ ടോയ്ലറ്റിന് അടപ്പില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള ടോയ്ലറ്റ് ഉള്ള റൂമിലാണ് ഞാൻ കുറച്ച് ദിവസം കിടന്നിട്ടുള്ള ജയിലിൽ. അപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് പോലും ഞങ്ങളുടെയൊക്കെ സെല്ലുകൾ പരിശോധിക്കുമായിരുന്നു. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ ഒരു കൊടും ക്രിമിനൽ കേസിലെ പ്രതി 3 വർഷം ഹാക്സാ ബ്ലേഡ് സ്വന്തം സെല്ലിൽ സൂക്ഷിച്ചിട്ട് ആരും കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രകാശം മാഷേ, നിങ്ങൾ ആരെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്നിട്ട് അയാൾ പറയുകയാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ മൊബൈൽ നോക്കിയിരിക്കും. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ പരീക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദച്ചാമി ഗ്ലാസും പ്ലേറ്റും ചുവരിൽ എറിഞ്ഞ് ശബ്ദമുണ്ടാക്കുമായിരുന്നു. കാരണം ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി. ശ്രദ്ധിക്കില്ല. കാരണം എന്താണ്? ഈ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചെവിയിൽ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് മൊബൈൽ നോക്കി കളിക്കുകയായിരുന്നു. അതായത് കോഴിക്കോടും കുറ്റവാളി പറയുകയാണ് നമ്മുടെ സിസ്റ്റം തകരാറിലാണ് എന്ന്. അത് കേട്ടുകൊണ്ടിരിക്കുക. കെയർലെസ് ആയിട്ട് പെരുമാറുന്ന ഞാനൊന്ന് എന്തോ പറയൂ പെട്ടെന്ന് പൂർത്തിയാക്കും. അത് കേട്ടില്ല. അതായത് അങ്ങനെ സിസ്റ്റം തകരാറിലായ കണ്ണൂരിലെ ജയിലിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വാർഡന്മാർക്ക് പണം കൊടുത്ത് അവരെ കൈക്കലാക്കാമെന്നുള്ള വിശ്വാസം ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമിച്ചവർക്കുണ്ട്. ഒരു കാരണവശാലും ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്ക് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടില്ല. 7 അടി 8 അടി 10 അടി പൊക്കമുള്ള 3 മതിലുകൾ ചാടിക്കടന്ന് ഒരു തുണി എറിഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടില്ല. അവിടുത്തെ സമ്പൂർണ്ണ സഹായം ലഭിച്ചിട്ടുണ്ട്. അതിന് പണം പുറത്തുനിന്ന് എത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര വകുപ്പ് സിസ്റ്റം തകരാറായി കണ്ണൂർ ജയിലിൽ കുത്തഴിഞ്ഞത് കൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചെന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. പക്ഷേ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ ലോബിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ 4-5 മണിക്കൂറിന് ശേഷമാണ് ഇയാളെ പിടികൂടുന്നത്. അതായത് ഇയാൾ രക്ഷപ്പെട്ടു എന്നറിയുന്നതും പിടികൂടുന്നത് അടക്കമുള്ള സമയമാണ് ഞാൻ പറയുന്നത്. ഇനി അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. അത്രയും സമയത്തിനുള്ളിൽ കേരളത്തിന് പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ ഒരു വാഹനം അറേഞ്ച് ചെയ്യാൻ കൂടി കഴിയുമായിരുന്നു. അത്രയും വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുകയാണ്. ശ്രീ KG സൈമൺ, ഇപ്പോൾ ജയിൽ അതീവ സുരക്ഷാ മേഖലയാണ്. അതിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. ഇയാൾ ജയിൽ ചാടാൻ ശ്രമിച്ചതിൽ ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായമുണ്ടോ? എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? ഏത് വഴിയിലൊക്കെയാണ് പോയത്? തുടങ്ങിയ കാര്യങ്ങളൊന്നും സമൂഹത്തിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഇത് പരിശോധിക്കുന്നത് ആത്യന്തികമായ ഉദ്യോഗസ്ഥർ മാത്രമാണ്. കണ്ണൂർ ജയിലിലെ ഈ ഭിത്തി ഇങ്ങനെയാണ്, അതിലൂടെ കടന്നു പോകുന്നു എന്ന തരത്തിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുക സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വലിയ തടസ്സമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ആരെങ്കിലും സഹായിച്ചോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞാൽ തീരുന്ന ഒന്നാണോ? ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സംവിധാനം സുതാര്യമായിരിക്കുക എന്നത് ജനങ്ങളുടെ കൂടി ആവശ്യമാണല്ലോ. എന്താണ് അതിന് വഴി? ഇതിപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ടിരുന്നു. ഇപ്പം നമുക്ക് ഈ ജയിലിനെ സംബന്ധിച്ച് ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പറഞ്ഞ ശരിയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ജയിലിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാനായിട്ട് പറ്റത്തില്ല. ഈ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് പോകാനും പറ്റത്തില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതാരെങ്കിലും സഹായിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ചോദ്യം വന്നാലും അതിന് നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ള എല്ലാ സീനിയർ ഓഫീസേഴ്സും നല്ല ടീമിനെ ഇതിനുവേണ്ടി കോൺസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീമിനെ ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്.
ആ രൂപീകരിച്ച ടീമിൻ്റെ അന്വേഷണം പുറത്ത് വരുന്നവരെ എനിക്ക് പേഴ്സണലായിട്ട് ഇത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കിന്ന് തോന്നിയ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് ഇത് ഇത് AI ക്യാമറ വരെ വെക്കുവാനായിട്ടുള്ള സിസ്റ്റമാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യം മാധു പറഞ്ഞു ഇപ്പോൾ CCTV ക്യാമറ വെച്ചാൽ നോക്കാൻ ആൾ വേണ്ടേ എന്ന് ചോദിച്ചു. നോക്കാൻ ആൾ വേണം, പക്ഷേ ഇത് CCTV ക്യാമറ വെക്കുമ്പോൾ ഒരു AI ബേസ്ഡ് ക്യാമറ വെക്കുകയാണെങ്കിൽ അലാറം മുഴക്കാനായിട്ട് സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെയുള്ള സാധാരണ ചില വീടുകളിൽ ഇപ്പോഴും ആ സംവിധാനമുണ്ട്. അത് നമ്മുടെ ജയിലിൽ വെക്കുകയാണെങ്കിൽ തന്നെ ധാരാളം വ്യത്യാസം വരും എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ഇപ്പോൾ എത്ര നമ്മൾ പറഞ്ഞാലും അവിടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റുകയോ എന്തെങ്കിലും കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ മറ്റുള്ളത് പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി ഇൻസ്ട്രുമെൻ്റാണ്, സെക്യൂരിറ്റി പരമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അത് സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് അതിൻ്റെ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പം ഇവിടെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു 3 മാസമൊക്കെ ഒരു ആസ്ട്രോൾബേയൊക്കെ കൈവശം വെക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കള്ളൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചിലപ്പോൾ ഡോക്ടറേക്ക് എഴുതി വാങ്ങിക്കും, ഫുഡിൻ്റെ അടുത്ത് എഴുതി വാങ്ങിക്കുമായിരിക്കാം, താടി നീട്ടാൻ പാടില്ല എന്ന് എഴുതി വാങ്ങിക്കുമായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യും ഇവർ നല്ല സ്വഭാവക്കാരൊന്നും അല്ലല്ലോ. കറക്ഷൻ സർവീസാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാർ, അവർക്കറിയാം, കൂർമ്മബുദ്ധി അവർക്ക് വല്ലാതെ അറിയാം. ഇപ്പോൾ അവർ പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ള ജയിൽ ചാട്ടം പോലെ അല്ല ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്നത്. ഗോവിന്ദസ്വാമിയെ സംബന്ധിച്ചിടത്തോളം അവന് ജയിൽ ചാടി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവന് വീടില്ല, അവന് മറ്റേ ആരും കാണാനില്ല. അവന് പിന്നെ ആകെയുള്ള കാര്യം എന്ന് പറയുന്നത് അവൻ പിന്നെ മറ്റുള്ള ഇതുപോലുള്ള പല പ്രവൃത്തികൾക്കും പോകുക എന്നുള്ളത്. ഞാൻ കൂടുതൽ ഇതിലേക്ക് തെളിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും അവൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെയുള്ള സ്വഭാവങ്ങളാണ് അവനുള്ളത്. അപ്പോൾ സെക്ഷലായിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കാൻ വേണ്ടി അവൻ തിരഞ്ഞെടുക്കുക, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ അവൻ്റെ പേരിലുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്നലെ പേടിച്ചത്. ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കേസുമായിട്ട് അന്വേഷിച്ച ഉദ്യോഗസ്ഥരടക്കമുള്ള ആൾക്കാർ പേടിച്ചതല്ല, അവർ വളരെ ശ്രദ്ധയോടെ നോക്കിയത് അതുകൊണ്ടാണ്. ഇന്നലെ ഡോക്ടർ ഷേർലിവാസ് പറയുന്ന കേട്ടിരുന്നു. അവർ തന്നെ പലരും അവരെ വിളിച്ച് പറഞ്ഞു സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇതുപോലുള്ള കൊടുങ്ക്രിമിനൽ പുറത്തിയാടുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയൊരു ആശങ്ക, അത് പ്രാഥമികമായിട്ട് നമ്മൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വം എന്നുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നും പറയുകയാണ്. അപ്പോൾ ഈ AI ഇൻ്റലിജൻസ് ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് വളരെ സത്യം. കാരണം ഇപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ജില്ലയിൽ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള SP വരെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ പേര് വരുന്ന പഴികൾ കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവർ നേരത്തെ മുൻകൂട്ടി ഇതിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഞങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൊണ്ട് തന്നെ അവിടെ ചെക്ക് ചെയ്യിപ്പിച്ച് നമ്മൾ റിപ്പോർട്ട് വാങ്ങിക്കും, ആരെങ്കിലും പ്രതികളുണ്ടോ എന്ന് വെച്ച് റിപ്പോർട്ട് വാങ്ങിക്കും ആരും അറിയാതെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം SP-മാരുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരായിട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരിപ്പോൾ എന്ത് കുറ്റം പറഞ്ഞാലും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നല്ലൊരു അന്വേഷണമാണ്. എനിക്കതിന് വളരെ ഇതായിട്ട് തോന്നിയ കാര്യം, ഇപ്പോൾ ജേക്കബ് പുന്നൂസ് സാറൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ നോക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. കാരണം അദ്ദേഹമാണ് പല റിഫോംസ് നമ്മുടെ പോലീസ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജേക്കബ് പുന്നൂസ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമുണ്ട് ഇവിടെ. കാരണം ഇവിടെ ആരും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥർ ചില ആൾക്കാർ പേടിച്ച് നിൽക്കുന്നുള്ള സത്യമാണത്. ചില കള്ളന്മാരും ചില ആൾക്കാർ അവർ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഞാനൊരു ജയിലിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആകെ ഉള്ളത് 1-2 ആൾക്കാർ മാത്രമുള്ള പെർമനൻ്റ് സ്റ്റാഫ്. മറ്റുള്ള ആൾക്കാരെല്ലാം തന്നെ ഇപ്പോഴേക്കും മാറിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്കിപ്പം അത് പറയാൻ പറ്റത്തില്ല. എനിക്ക് അന്നത്തെ കാര്യം ഞാൻ പറയുന്നത്. മറ്റുള്ള എല്ലാം തന്നെ ഡെയിലി വേജസ് എടുത്ത ആൾക്കാരാണ്, യൂണിഫോം ഇട്ട്. അങ്ങേരാണ് വന്നത് ഇവരെ തുറക്കുകയും പുറത്തിറക്കുകയും എല്ലാം ചെയ്യുന്ന അങ്ങേരാണ്. ഞാനവിടുന്ന് ചോദിച്ചു, ഇയാൾക്ക് എങ്ങനെ പറ്റും ഇത്, എങ്ങനെ അയാൾ എന്ത് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അന്ന്. അത് സബ്ജയില കേട്ടോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, സാർ ഇതൊക്കെയാണ് സാർ ഇതിൻ്റെത്തുള്ള കാര്യങ്ങൾ. നമ്മൾ കുറേ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്ത് തരും എന്നും ഇവർക്ക് തോന്നാനും പാടില്ല. കാരണം നമുക്ക് കിട്ടുന്ന റിസോഴ്സ് കൊണ്ട് തന്നെ
നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഡ്യൂട്ടികൾ ചെയ്യുവാനായിട്ട് കൂടെ ഈ ജയിലിലുള്ള അധികാരികൾ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് എന്തുമാത്രം റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സ് കൊണ്ട് എത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത്രയും മതിൽ ചാടി പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും അതിൻ്റെ അത് ബുദ്ധിമുട്ട് തന്നെയല്ല, വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ കാര്യങ്ങൾ, ഇവിടെയുള്ള ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരെല്ലാം ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറയാതെ ഇനിയുള്ള കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് അപകടം പറ്റിയിട്ട് കാര്യമില്ല, ഇതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ മാധു പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാനായിട്ടുള്ള സഹായം ലഭിച്ചില്ലെങ്കിലും മറ്റ് സഹായം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു, തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഞാൻ അതിഥികളിലേക്ക് തിരികെ വരാം, ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. നമ്മുടെ ജയിലുകളുടെ പരിധി സംബന്ധിച്ച് ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ശരിയാണ്, അതിലേറെക്കുറെ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിലും അംഗീകൃത പാർപ്പിട ശേഷി എന്ന് പറയുന്നത് 7367 നിലവിലുള്ളത് 10375 തടവുകാരാണ്. സ്വാഭാവികമായിട്ടും അവരെ കൃത്യമായി നോക്കാൻ പര്യാപ്തമായ തരത്തിലുള്ള മാനവ വിഭവ ശേഷി നമുക്ക് കുറവാണ്. ഇതൊക്കെ ശരിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഒരു പുതിയ ജയിൽ എന്ന ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ പുതിയ ജയിൽ നിർമ്മിക്കുകയാണ് എങ്കിൽ തന്നെ അത് ജയിൽ വകുപ്പിന് കീഴിലായിരിക്കുമോ, സിസ്റ്റത്തിന് കീഴിലായിരിക്കുമോ? ഇതെല്ലാം സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വക്താക്കൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാ സിസ്റ്റത്തിലും അതിൻ്റെതായ ചില ലൂപ്പ് ഹോൾസ് കാണും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം അന്യായമായ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജനങ്ങൾക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾ പങ്കിടുന്നൊരു കാര്യമാണ്. ഒരു കൊടും ക്രിമിനലാണ് അദ്ദേഹം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് ഗോവിന്ദച്ചാമിയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ ശരിപ്പെടുത്തി കളയണം എന്ന് ഏതൊരാൾക്കും തോന്നുന്ന ഒരാളാണ് ഗോവിന്ദച്ചാമി എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം എങ്ങനെയാണ് ഗവൺമെൻറ് ആ കാര്യത്തെ എടുത്തത്? ആ കാര്യം കൂടി ഗൗരവമായിട്ട് ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു, പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ടുപിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം തീരുമാനങ്ങൾ നമ്മുടെ ജയിൽ വകുപ്പിനകത്ത് നിലവിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ട് ധാരാളം തീരുമാനങ്ങൾ എടുത്തു. ഇദ്ദേഹത്തെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ആ കാര്യം ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യം കാണണ്ടേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയാണ് സിസ്റ്റം എന്ന വാക്കു പറഞ്ഞത്. ആരെ പഴിക്കണം എന്നറിയാതെ വലയുന്ന മനുഷ്യർക്ക് മുന്നിൽ അവതരിച്ച ഒന്നാണ് ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന്. അതുകൊണ്ടാണ് ആവർത്തിച്ച് അത് തന്നെ ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്ക് CCTV വെക്കാം, നമുക്ക് പ്രത്യേക സമിതി രൂപീകരിക്കാം, നമുക്ക് ജയിൽ പണിയാം, ഇതെല്ലാം ചെയ്യാം. ഭരണപരാജയം എന്ന വാക്ക് ഉച്ചരിച്ച് പോയാൽ അതിന്റെ ഒരു നിമിഷം അതിന്റെ പരിണിത ഫലം എന്താണെന്നും ആക്രമണം എത്രത്തോളമാണ് എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല മാഷേ, നമുക്ക് AI ക്യാമറയെ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. മാധു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ചാനൽ എല്ലാ ദിവസവും ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങൾ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ ഒരു വിഷയം ചർച്ച ചെയ്തായിരുന്നു നിങ്ങൾ പറഞ്ഞാട്ടെ? ഉണ്ടാവില്ല. പക്ഷെ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ലെന്ന്. ഈ കേരളം പോലെ കിടക്കുന്ന ഈ 3.5 കോടി ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ദിവസം അങ്ങനെ ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന 100,000 നല്ല കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഈ കാലത്ത് 26 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞു. ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചയായില്ല. ഇപ്പോൾ ഞാനിതിനെ പട്ടികയായി നിർത്താൻ ആഗ്രഹിക്കുന്നതല്ല.
ഒരൊറ്റ വിഷയം പോലും മാതൃഭൂമി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താമായിരുന്നു. നമ്മൾ ഒന്നാം സ്ഥാനത്താണെന്ന് സർക്കാരും മന്ത്രിയും അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ കേന്ദ്രം വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു മാനദണ്ഡമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു മാനദണ്ഡമാണ് എന്ന വിവരം കേന്ദ്രമന്ത്രി വന്ന് പറയുന്നത് വരെ സർക്കാരിന് പറയാനുണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ലഘൂകരിച്ച് ഈ പറയുന്ന അതിലൊരു മാനദണ്ഡം എന്ന നിലയ്ക്ക് വന്നത്. അതുവരെ പറഞ്ഞതും ദേശാഭിമാനി പത്രത്തിൽ മന്ത്രി തന്നെ ലേഖനം എഴുതിയതും എല്ലാം ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. നല്ലത് പറയണമെന്നുണ്ട്, പക്ഷേ ലോകത്ത് ഉള്ള കാര്യത്തെ നമുക്ക് അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, മൂർത്തമായ കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം സ്ഥായിയായി നിൽക്കുന്ന ഇന്ത്യ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുത്ത 6.5 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇവിടെ ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും ഏറെ ആളുകൾക്ക് PSC നിയമനം കൊടുത്ത ഗവൺമെന്റ് ഈ ഗവൺമെന്റാണ്. RBI പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഈ കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രത്തിൽ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാന വളർച്ചയുണ്ടാക്കിയ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇങ്ങനെ 100,000 കാര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പം മാധു അങ്ങനെ ചെയ്യുന്നോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങളുടെ മാധ്യമം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാനും ഈ ഗവൺമെന്റിന്റെ പോരായ്മകളെ അതിനെ പർവ്വതീകരിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുകയും ഒളിച്ചു വെക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ മാഷെ, അതാണ് വാർത്ത എന്നുള്ളതാണ് ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ബാക്കിയെല്ലാം പരസ്യമാണ് എന്നാണ് പറയുന്നത്. മാഷെ, നമ്മൾ പരസ്യത്തിന് വേണ്ടി ഇവിടെ PRD ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ധാരാളം കടലാസ് ഉദ്യോഗസ്ഥ തസ്തികകളിൽ ഇഷ്ടം പോലെ ആളുകൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ തന്നെ ശമ്പളം വാങ്ങി ക്യാപ്സൂൾ തയ്യാറാക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പറയുന്ന സർക്കാരിനോട് ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ അങ്ങനെ തന്നെ ആ തൊഴിലെടുക്കുന്നുണ്ട്. പാർട്ടി ചാനലുകളും പത്രങ്ങളും അടക്കമുള്ളവ അങ്ങനെയുണ്ട്. പിന്നെ എല്ലാവരും കൂടി നല്ലത് പറയാൻ പോയാൽ നമ്മൾ ആകെ അങ്ങ് നന്മ മരങ്ങളായി പോകില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. മാഷെ, നമുക്ക് അങ്ങനെ പരസ്യം എന്നുള്ളതല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ വിദ്യാഭ്യാസം ചെയ്തൊരു വിദ്യാർത്ഥിയാണ്. ജേർണലിസം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പൊ ഇന്ത്യയിലുള്ള മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചർച്ച നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഈ NDTV ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. ലോകത്തുള്ള മാധ്യമങ്ങൾ ചർച്ച നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഈ മലയാളക്കരയിലെ മാധ്യമം പോലെയുള്ള ചർച്ച നടക്കുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗോവിന്ദച്ചാമിയുടെ വിഷയം ഒരു സാധാരണ മാധ്യമത്തിന് മുൻപിൽ വന്നാൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പരിഹരിക്കാൻ നിയമങ്ങളിൽ എന്ത് മാറ്റം വേണം? കൊടും ക്രിമിനലുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതിൽ വല്ല വീഴ്ച ഒരു ഭാഗമാണ്. വീഴ്ച മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. ഒരു വിഷയം ഉണ്ടായാൽ അതിലെ മൗലിക കാര്യങ്ങളല്ല. മാധ്യമപ്രവർത്തനം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങേക്ക് വാർത്തയെ പറ്റി ആധികാരികമായി പറയാനുള്ള, അല്ലെങ്കിൽ തന്നെ അങ്ങയുടെ പൊതുപ്രവർത്തന ജീവിതത്തിലൂടെ അങ്ങ് സ്വാംശീകരിച്ചിരിക്കുന്ന അറിവൊക്കെ പറയുക എന്ന് പറയുന്നതിനെ ഞാൻ ബഹുമാനപൂർവ്വം കാണുന്നുണ്ട്. പക്ഷെ ആ വിഷയം ചർച്ച ചെയ്യണം എന്ന് പറയുന്നതിനെയും ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നതിനെയും പിന്നിലെ താല്പര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാഷെ, ഞാൻ വരാം മാഷിലേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. ഇന്നലെ സൗമ്യയുടെ അമ്മ മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കിരിക്കുകയാണ്. ആ സ്ത്രീ ഇത്രമേൽ വിധി വേട്ടയാടിയ ഒരു സ്ത്രീ എന്ന് പറയുന്നത്, ഉള്ളവരെല്ലാം പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട ഒരമ്മ ഇന്നലെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിക്കഴിഞ്ഞ് നേരെ അവരെ പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല വീണ്ടും കേരളത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് കേരളത്തിൽ ബാക്കിയുള്ള പെൺകുട്ടികളെ കുറിച്ച് ഓർത്താണ്, അവരുടെ അമ്മമാർ തിന്നേണ്ടി വരുന്ന വേദനയെ കുറിച്ച് ഓർത്താണ്. ആ സുരക്ഷ സംവിധാനത്തിനുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് ഈ പറയുന്ന വലിയ ശിക്ഷ, തൂക്കുകയർ എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് ഇളവ് നൽകി നിയമ സംവിധാനം ജയിലിലടയ്ക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ആര് മറുപടി പറയും? ഡോക്ടർ ജിൻഡോ ജോൺ. അല്ല മാധു, അതിന് മറുപടി പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഈ സർക്കാർ എന്ന് പറഞ്ഞ ഈ സിസ്റ്റം തന്നെയാണ്. കാരണം സൗമ്യയുടെ അമ്മയുടെ ആ സങ്കടം നമ്മൾ ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ്. കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇത്തരത്തിലുള്ള ആശങ്ക ഇന്നലെ പങ്കുവെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ സുരക്ഷയില്ല എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് സുരക്ഷയില്ലാത്തത്. സകല ക്രിമിനലുകൾക്കും എല്ലാവിധ സുരക്ഷയും കിട്ടുന്ന ഒരിടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം TP ചന്ദ്രശേഖരൻ കേസിലെ കൊലപാതകികൾക്ക്, കൊടും കുറ്റവാളികൾക്ക് പരമാവധി പരോള് നൽകുകയാണ്. അനധികൃതവും അധികൃതവുമായിട്ടുള്ള രീതിയിൽ എല്ലാ
രീതിയിലും കൊടുക്കുന്നു. കഞ്ചാവും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു, ജയിലിൽ ഇരുന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നു, തട്ടിക്കൊണ്ടുപോലും കൊട്ടേഷൻ എടുക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു, മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ഫെസിലിറ്റി എല്ലാം കിട്ടുന്നു, സുഭിക്ഷമായിട്ട് സുഖലോലുപതയിൽ അവരവിടെ ജീവിക്കുന്നു. അതുപോലെ ഗോവിന്ദസ്വാമി അടക്കമുള്ളവർക്കും എല്ലാ സുരക്ഷയും അവിടെയുണ്ട്. ആ സുരക്ഷ ഉള്ളത് കൊണ്ടാണ് ഒരു പോറലും ഏൽക്കാതെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിൽ ചാടി ഗോവിന്ദസ്വാമിക്ക് പുറത്തു പോകാൻ പറ്റിയത്. ഞാൻ മാധു ഒരു ചോദ്യം ചോദിച്ചത് നേരത്തെ കടന്നുപോയി, അതിന് പ്രകാശ് മാസ്റ്റർ കൃത്യമായിട്ട് അതിൽ തൊട്ടില്ല. അതുകൂടി കണക്ട് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ, പുതിയൊരു ജയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നു, സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ സർക്കാർ പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഈ ജയിലുകൾ നിർമ്മിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി പോലെയുള്ള ഇവരുടെ തന്നെ ഏതെങ്കിലും ഒരു സംവിധാനത്തിന് കൊടുത്ത് അതിന്റെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു അരക്ഷിതാവസ്ഥ ബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദസ്വാമിയെ ഇത്തരത്തിലുള്ള ആളുകൾ തന്നെ തുറന്നു വിട്ടതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. കാരണം മാസങ്ങളായിട്ട് അയാളുടെ ആ ശരീരഭാരം കുറയ്ക്കുന്നു, ഹാക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു, ജയിലഴികൾ മുറിക്കുന്നു, സകല എളുപ്പത്തിലും സൗകര്യത്തോടു കൂടി പുറത്തേക്ക് പോകുന്നു. AI ക്യാമറയൊക്കെ സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു ആക്ഷേപം നേരിടുന്ന ഒരു സംസ്ഥാനമാണിത്. AI ക്യാമറ ഒന്നും ഇത് കണ്ടുപിടിക്കുന്നില്ല. ഏതൊക്കെയോ CCTVയിൽ ഗോവിന്ദസ്വാമി വളരെ സ്ലോ മോഷനിൽ നടന്നു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും മണിക്കൂർ ഇട്ടിട്ടും ഗോവിന്ദസ്വാമിയെ നമ്മൾ പോലീസല്ല പിടിച്ചത്, നാട്ടുകാരും മാധ്യമങ്ങളും കൂടി പിന്നാലെ നടന്ന് ജാഗ്രതയോടെ കണ്ടുപിടിച്ചത് കൊണ്ട് എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ ആളുകളുടെ ഇടയ്ക്ക് ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ജയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കണം. കാരണം ഈ സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് അത്തരത്തിൽ സംശയത്തോടെ കാണാൻ പറ്റുള്ളൂ. ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു നിലപാടിൽ നമ്മൾ നാളിതുവരെ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് ജയിൽ ചാടിയവരെ കുറിച്ചിട്ട് കോൺഗ്രസിന് എതിരെ അഭിപ്രായമാണ്. ഞങ്ങൾക്ക് എതിരെ അഭിപ്രായമാണ്. ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയോടും ഞങ്ങൾക്ക് എതിരെ അഭിപ്രായമാണ്. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളോടും അതുപോലെ നിങ്ങൾ തുറന്നു വിട്ട ഷെറിൻ വധക്കേസിലെ ഷെറിനോടും ഒക്കെ ഞങ്ങൾക്ക് കൃത്യമായി രണ്ടു തവണയിൽ കൂടുതൽ ഷെറിന്റെ കാര്യം പരാമർശിച്ചത് കൊണ്ട് ഞാനൊന്ന് പറയുകയാണ്, ഈ പറയുന്ന നല്ല നടപ്പ് അല്ലെങ്കിൽ ഈ ഇത്രയും കാലം പൂർത്തീകരിച്ച ഒരാൾ എന്ന നിലയ്ക്ക് തുറന്നു വിടുന്നു, ആദ്യം സർക്കാർ അങ്ങനെ ശുപാർശ വെക്കുന്നു, പിന്നീട് അത് ഗവർണർ ഒപ്പുവെക്കുന്നു, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതിനിടയിൽ പോലും ഈ പറയുന്ന സ്ത്രീക്കെതിരെ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വിദേശ വനിതയുമായി ബന്ധപ്പെട്ട് അവരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു കേസ്. അതിനിടയിൽ ഈ ആദ്യം ഇവരെ പുറത്ത് അയക്കാം എന്ന തീരുമാനം ശുപാർശ ചെയ്യപ്പെട്ടതിന് ശേഷം ഈ പുറത്തിറക്കുന്നതിനിടയിൽ അവിടെ തടവിൽ വന്ന ഒരു വിദേശ വനിതയെ ആക്രമിച്ചു എന്ന കേസിൽ അവർക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയി. എന്നിട്ടും പുറത്തിറങ്ങാൻ കഴിയുന്ന സംവിധാനം എന്ന് പറയുമ്പോൾ അതിനുശേഷം സഹതടവുകാരിയുടേതായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ഷെറിൻ അവിടെ ജീവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് നേരത്തെ പറഞ്ഞ ഈ റിസോർട്ട് എന്ന ശ്രീ VV രാജേഷ് നേരത്തെ പറഞ്ഞ റിസോർട്ട് എന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കം ഉന്നയിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങൊരു ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞപ്പോൾ ശ്രീ പ്രകാശ് മാസ്റ്റർ അദ്ദേഹത്തിന് അതിൽ ഒരു എതിരഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഒരു കൈ മാത്രമുള്ളൊരു മനുഷ്യൻ ഈ പറയുന്ന മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളെയും ഇലക്ട്രിക് ഫെൻസിങ്ങിനെ പോലും അതെങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടതെന്ന് പഠിച്ച് പ്രാവർത്തികമാക്കി പുറത്തിറങ്ങുന്ന കാലത്താണ് അത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് ആളുകൾ സംശയരൂപേണ ഉന്നയിക്കുമ്പോൾ അത് പരിഹസിക്കപ്പെടുന്നത്. അല്ല മാധു, അല്ല ഗോവിന്ദ അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ പ്രകാശ് മാസ്റ്റർ സാധാരണ മനുഷ്യനാ. എന്നെ കുറിച്ചിട്ട് എൻ്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒറ്റ കൈയുള്ള ഗോവിന്ദസ്വാമിക്ക് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കിടക്കാനൊക്കെ അതുപോലെ ഇലക്ട്രിക് ഫെൻസിംഗിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നുള്ള അറിവൊക്കെ കിട്ടുന്നത്, ഇത്രയും സൗകര്യങ്ങൾ കിട്ടുന്നതിൽ എനിക്ക് സംശയമുണ്ട്. ഒരു സാധാരണക്കാരന് സംശയിക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ അനുവദിച്ചു തരുമല്ലോ, അതിൽ നിന്നാ പറയുന്നത്. ഇനി ഷെറിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷെറിൻ ഷെറിനെ അവരുടെ നല്ല നടപ്പ് ആ സംശയം നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കണം. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹത്തോട് ചോദിക്കണം ആ സംശയം. ഈ ഷെറിന് ശേഷം കുറ്റക്കാരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അല്ല ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്, അവിടെ തടവുകാരുണ്ട്. അതെ, പിണറായി വിജയൻ മാത്രമല്ല ആഭ്യന്തരമന്ത്രി, ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്നും കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. കണ്ണൂരെന്തോ ഒരു കാര്യം, കണ്ണൂരെന്തോ മഹാമോശാണ്. കണ്ണൂർ നിങ്ങൾക്ക് പാർട്ടിയുണ്ട്. അല്ല, കണ്ണൂർ ജില്ലക്കാരെ എന്നെ പിടിച്ചില്ല. ഞാനൊരു കാര്യം പ്രകാശ് മാസ്റ്റർ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ.
ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം താങ്കളോട് ചോദിക്കട്ടെ. ഈ കാർണവർ വധക്കേസിലെ ഷെറിനെ പുറത്തു വിട്ടതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും കൊടുക്കുന്ന സന്ദേശം എന്താ? അതെന്ത് പോസിറ്റീവ് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? ഷെറിന് എന്തെങ്കിലും കറക്ഷൻ നടന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അവർക്ക് കറക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നടപ്പിന് ശുപാർശ ചെയ്തതിനു ശേഷം അവർ മറ്റൊരു വിദേശ വനിതയെ ആക്രമിച്ച കേസിലെ പ്രതിയാകുന്ന സാഹചര്യമുണ്ടല്ലോ. അത്തരത്തിൽ ആക്ഷേപം നേരിടുന്നുണ്ടല്ലോ. ജയിലിൽ അത്തരത്തിൽ മോശം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ CPM എന്തിന്റെ പേരിലാണ് ഷെറിനെ പുറത്തുവിട്ടത്? ഇനി ഒരു കാര്യത്തിന് പ്രകാശ് മാസ്റ്റർക്ക് മറുപടി പറയാൻ പറ്റുമോ? കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയിൽ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള P. ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ടല്ലോ. P. ജയരാജൻ എന്ന് പറഞ്ഞ CPM സംസ്ഥാന കമ്മിറ്റി അംഗം 2 കൊലക്കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജയിൽ ഉപദേശക സമിതിയിൽ നിർത്താൻ പറ്റുന്നത്? അതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ പറയണം. P. ജയരാജൻ എന്ന് പറഞ്ഞ കൊലക്കേസ് പ്രതിയെ ജയിൽ ഉപദേശക സമിതിയിൽ വെച്ചിട്ട് അവരുടെ നല്ല നടപ്പിന് മാർക്കിടാനായിട്ട് നിങ്ങൾ നിശ്ചയിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും കൊടുക്കുന്നത്? മറുപടി ഉണ്ടാവും. ഞാൻ മാഷിലേക്ക് വരാം എന്നാണ് വിചാരിക്കുന്നത്. മാഷ് ഊഴത്തിൽ ശ്രീ വി രാജേഷ്, ഈ തർക്കങ്ങളും ഈ വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇയാളെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് ജനങ്ങളുടെ ഒരു വലിയ ജാഗ്രത കൊണ്ടാണ്. ഇന്നലെ വിനോജ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കൈയെടുത്ത് തൊഴണം എന്നാണ് തോന്നിയത്. കാരണം അയാളെ തിരിച്ചറിയുക, അതിന് അയാളുടെ പിന്നാലെ ഓടുക, ഇത്തരത്തിൽ അപകടകരമായ ആയുധങ്ങളൊക്കെ കയ്യിൽ വെക്കാൻ സാധ്യതയുള്ള ക്രൂരനായ രക്തം മരവിക്കുന്ന കൊലപാതകം നടത്തിയിട്ടുള്ളൊരു മനുഷ്യനെ പിന്നാലെ ഓടുകയും ജനങ്ങളെ വിളിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്തത് സ്വന്തം ജീവൻ എന്നതിനപ്പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ജനങ്ങളുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നുള്ളതാണ്. സർക്കാർ ഇപ്പോൾ കുറെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതാണ്. അതിൽ പക്ഷേ ഈ ജാഗ്രത പോരാ. ഇയാളെ 4-5 മണിക്കൂറിനുള്ളിൽ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കേണ്ടത് ആദ്യം മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ പൊതുസമൂഹവുമാണ്. കേരള പോലീസ് യഥാർത്ഥത്തിൽ ചെയ്തത് ഫയർഫോഴ്സിൻ്റെ ജോലിയാണ്. കേരള പോലീസ് ഇടാ ഗോവിന്ദച്ചാമി എന്ന് ഒരാൾ സംശയം തോന്നി വിളിച്ച വിളിയിൽ അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് ഓടിയെടുത്തുനിന്നാണല്ലോ അയാളെ ട്രേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചത്. എന്നിട്ട് അയാൾ കിണറ്റിൽ വീഴുന്നു. അപ്പോൾ ഫയർഫോഴ്സുകാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ജോലി പോലീസ് വന്നു, അയാളെ വലയിട്ട് മുകളിലേക്ക് പിടിച്ചു കയറ്റി നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ അയാളെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ കോടതിയിലോ എത്തിച്ചു. ഇതാണ് പോലീസ് ചെയ്ത ജോലി. 5 മണിക്കൂർ ഇത്രയും CCTV ഉള്ള ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ തൊട്ടടുത്തുള്ള സ്ഥലത്തൂടെ 4-5 മണിക്കൂർ ഇയാൾ പോയിട്ടും പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള വസ്തുത ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ട് അപ്പോഴും നിലനിൽക്കുകയാണ്. താങ്കൾ ചോദിച്ച സുരക്ഷാ കാര്യങ്ങളിലേക്കൂടെ ഞാൻ പ്രകാശ് മാസ്റ്റർ 1-2 കാര്യങ്ങളൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളൊക്കെ തന്നെ നമുക്കറിയാം ജയിലിൽ കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്താണ്? ഒരു പ്രതിയുടെ പെരുമാറ്റം, ആ പ്രതി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഏറ്റവും ജയിൽ സൂപ്രണ്ടുമാർ ശ്രദ്ധിക്കുന്നത് പ്രതികൾ ഭക്ഷണം ഉപേക്ഷിച്ചാൽ അപ്പം തന്നെ നമ്മളൊക്കെ ജയിലിൽ നിരാഹാര സമരം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂപ്രണ്ട് തന്നെ നേരിട്ട് വരും, പ്രശ്നം പരിഹരിക്കും. അപ്പോൾ ജയിലിൽ ഒരു പ്രതിയുടെ ആഹാര രീതി പോലും കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിയമങ്ങൾ പറയുമ്പോൾ ഇത്രയും മാസത്തോളം ഇയാളുടെ ശരീരം മെലിയാൻ വേണ്ടി ചപ്പാത്തി മാത്രം കഴിക്കുമ്പോൾ അത് എഴുതി കൊടുത്ത ചപ്പാത്തി മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഡോക്ടറുമായിട്ട് ജയിൽ സൂപ്രണ്ടോ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? താടിയെടുത്താൽ ഷേവ് ചെയ്യുന്നത് എനിക്ക് അലർജിയാണെന്ന് പറയുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഗോവിന്ദച്ചാമി താടിയെടുത്താൽ അയാൾക്ക് അലർജിയാണ്, ഹെൽത്ത് പ്രോബ്ലം വരുമെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? ഈ ക്രോഡിംഗ് ക്രിമിനലിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു പോക്കറ്റടിക്കാരനെയോ അല്ലെങ്കിൽ സൈക്കിളിൽ ഡൈനാമോ ലൈറ്റ് ഇല്ലാതെ പോയ ഒരാളിനെ നിരീക്ഷിക്കും പോലെയല്ല ഈ കൊടും ക്രിമിനലിനെ നിരീക്ഷിക്കും. ഇതൊക്കെ ജയിൽ ചട്ടത്തിലുള്ളതാണ്. ഗ്രേവ് ഒഫൻസ് ചെയ്തിട്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? മറ്റൊന്ന് ഞാൻ പറയാം, കണ്ണൂർ സെൻട്രൽ റിസോർട്ട് എന്ന് പറയുമ്പോൾ CPM ഗവൺമെൻറ്റിന്, പിണറായി വിജയൻ ഗവൺമെൻറ്റിന്, പ്രകാശ് മാഷ് ഉൾപ്പെടുന്ന പാർട്ടിക്ക് ധൈര്യമുണ്ടോ കഴിഞ്ഞ 5-10 വർഷത്തിനിടയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ നിങ്ങളുടെ ഭാഷയിൽ റിസോർട്ട്, അതിൻ്റെ തൊട്ടടുത്തുള്ള മൊബൈൽ ടവറിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ള കോളുകളുടെ എണ്ണം പരിശോധിക്കാൻ ധൈര്യമുണ്ടോ? മൊബൈൽ ഫോൺ ജയിലിനകത്ത് ഉപയോഗിച്ചുകൂടാ എന്നിരിക്കെ അവിടുത്തെ പ്രതികൾ, അവിടുത്തെ CPM-കാരായിട്ടുള്ള തടവ് പ്രതികൾ ആയിരക്കണക്കിന് കോളുകളാണ് എല്ലാ ദിവസവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്കും വിളിക്കുന്നത്, അവർക്ക് ഇൻകമിംഗ് കോൾസ് വരുന്നത്.
ഞാൻ പറയട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്കാണ് ഏറ്റവും കുറച്ച് സമയം കിട്ടിയത്. മാധു, ഞാൻ പറഞ്ഞോട്ടെ. അതായത് അവിടെ ഗോവിന്ദച്ചാമിയെ ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിന് ശേഷം അദ്ദേഹം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അപ്പം തന്നെ ലീവ് എഴുതി കൊടുത്തിട്ട് എവിടേക്കാണെന്നറിയാൻ പോയത്? വീട്ടിലേക്ക് പോയി ഭാര്യയും കൊഞ്ചും സ്വന്തം മക്കളെയും ചേർത്ത് പിടിച്ചു. കാരണം എന്താണ്? ചട്ടം അനുസരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ നിന്റെ കുടുംബത്തെ മുഴുവനും, ഞാൻ അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ഞാൻ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദച്ചാമി ജയിൽ വെച്ച ഉദ്യോഗസ്ഥനെ വെല്ലുവിളിച്ചു. ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമേ ഗോവിന്ദച്ചാമിയെ ജയിൽ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി കമ്പൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെളിവാക്കുന്നത് കണ്ണൂർ ജയിലിൽ ജയിൽ ചട്ടങ്ങൾ അനുസരിക്കാതെയും അത് പാലിക്കാതെയും ആർക്കും യഥേഷ്ടം എന്തും ചെയ്യാം. മയക്കുമരുന്നിന്റെ വ്യാപനം, മദ്യത്തിന്റെ വ്യാപനം, മൊബൈൽ ഫോൺ യഥേഷ്ടം ഉപയോഗിക്കൽ, വീഡിയോ കോളിലൂടെ. കണ്ണൂർ ജയിലിലിരുന്നു കൊണ്ടാണ് CPM കണക്ഷനുള്ള പലരും മലബാർ മേഖലയിൽ നടക്കുന്ന സ്വർണം കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന എത്രയോ അന്വേഷണത്തിൽ എത്രയോ ചർച്ചകൾ പുറത്തു വന്നതാണ്. എന്നിട്ടും ആ ജയിലിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മൊത്തവും പരാജയമാണ്. ഇപ്പൊ പറഞ്ഞു എന്തോ അത്ഭുതം പോലെ ഞങ്ങൾ പുതിയ ജയിൽ നിർമ്മിക്കാൻ പോകുന്നു. പുതിയ പ്രതികളുടെ എണ്ണം കൂടുമ്പോൾ പുതിയ ജയിൽ നിർമ്മിക്കണമെന്ന് ചിന്തിക്കുവാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണം. അതിനൊരു ഗോവിന്ദച്ചാമി ജയിൽ ചാടി ഇറങ്ങിയിട്ട് നാട്ടുകാരെയൊക്കെയും തന്നെ വിഹ്വലരാക്കി നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാത്തിരിക്കേണ്ട. നിങ്ങളുടെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. 10,000 പ്രതികൾ കൂടി 7,000 പേരുള്ളിടത്ത് 10,000 പേര് വന്നെങ്കിൽ അഡീഷണൽ 3,000 പേര് താമസിക്കാനുള്ള ജയിൽ നിർമ്മിക്കുവാനുള്ള പണം നിങ്ങൾക്ക്, ഞാനും ഈ നാട്ടിലുള്ളവർ നികുതി തരുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം അത് ചെയ്തില്ല? ആശുപത്രിയുടെ കെട്ടിടം ഇടിഞ്ഞു വീഴാത്ത കെട്ടിടം ഉണ്ടാക്കുവാനുള്ള പണം തരുന്നുണ്ട്. നിങ്ങൾ അവിടെ എന്തുകൊണ്ട് ശ്രദ്ധ ചെലുത്തിയില്ല? അപ്പോൾ അമ്പേ പരാജയപ്പെട്ട ഒരു സിസ്റ്റം, അമ്പേ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ്, ഗോവിന്ദച്ചാമി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യം നേടാൻ വേണ്ടി കണ്ണൂർ ജില്ലയിൽ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്നവർക്ക് റിസോർട്ട് വാസം അനുവദിച്ചു കൊടുക്കുവാൻ വേണ്ടി ആ ജയിലിലെ സിസ്റ്റത്തെ മുഴുവൻ നിങ്ങൾ തകരാറിലാക്കി. ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിങ്ങൾ പോസ്റ്റ് ചെയ്തു. കാരണം എന്താണ്? നിങ്ങളുടെ പാർട്ടി പ്രതികൾ കൊടിസുനി ഉൾപ്പെടെ ഉള്ളവർക്ക് അവിടെ യഥേഷ്ടം വിഹരിക്കണമെങ്കിൽ ആംബിയറുള്ള നട്ടലിനുറപ്പുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും വാർഡന്മാരും അവിടെ ഉണ്ടായിക്കൂടാ. അപകടകാരികളാണ് എന്ന തിരിച്ചറിവിൽ ഇനി പുറം ലോകം കാണരുത് എന്ന് കരുതി നിയമം ജയിലിൽ ഇടുന്ന ആളുകൾക്ക് അവിടെയും ഈ സംവിധാനത്തെയും അതിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. കാരണം ഇപ്പം രാകേഷ് പറഞ്ഞ കാര്യത്തിൽ അതുപോലെ ഞാൻ പറയുന്നില്ല തന്നെ ഭീഷണിയുണ്ട്, അവർക്ക് പേടിയുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പല ആൾക്കാർക്കും പേടിയുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട്. അതായത് നമ്മൾ മേലുദ്യോഗസ്ഥരാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സപ്പോർട്ട്, അതിപ്പോൾ കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് കഴിവത് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ പോലീസാണെങ്കിൽ ഒരു പ്രതി വന്ന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് ഇവിടെ കൊല്ലുന്നുണ്ടെങ്കിൽ അവർക്കും തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ധൈര്യമായിട്ട് ജോലി ചെയ്യാനുള്ള സംവിധാനം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നലെ മറ്റൊരു സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ചില ആൾക്കാർക്ക് ജയിലിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കുക എന്നുള്ളത് അവർ ഭരിക്കും, അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടിരുന്നു. ഒരു ലേഡി അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. കാരണവധക്കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിക്കെതിരെ കുറേ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ആ ആക്ഷേപങ്ങൾ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചത്. ഒന്നെങ്കിൽ അതിനെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റിന് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതിപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ, അവർ കുറ്റവാളി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അങ്ങനെ പറയുമ്പോൾ അവർക്കെതിരായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർ ചുമ്മാതെയാണ് ഇവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഗോവിന്ദച്ചാമി എന്നുള്ളതല്ല, പല കള്ളന്മാർക്കും പല
കുറ്റവാളികളും ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കാര്യം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. അയാൾ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പറയോ അയാൾ ഇങ്ങനത്തെ ഒരു കുറ്റവാളി എന്ന് പറയോ? ആരും പറയത്തില്ല. ശരിയാണ്. ഇതൊക്കെയാണ് ഇന്നലെ ഇവര് ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ. വിനോജ് ഈ ആദ്യം ഗോവിന്ദചാമി എന്ന് പേര് വിളിച്ച ആൾ ഒരു യാചകനോ മറ്റോ പോകുന്നു എന്നതാണ് തോന്നിയത്. കൈയില്ലല്ലോ എന്ന് കണ്ടറിയുമ്പോഴാണ് ഗോവിന്ദചാമി എന്ന് വിളിക്കുന്നത്. എന്തായാലും അത് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളെ സിസ്റ്റത്തിന്റെ മേൽ പഴിചാരാതെ അതിനുള്ള പരിഹാരം കാണുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം സംവിധാനത്തിന് കൂടുതൽ ജാഗ്രതാബോധത്തോടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.